പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെയും അമേരിക്കയുടെ ഇടപെടലിന്റെയും അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെയും ഒക്കെ വീഡിയോകൾ വരുന്നതിന്റെ താഴെ ചില കമന്റുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആൾക്കാർ, ഒരുപക്ഷെ ക്രിസ്ത്യാനികളായിക്കൊള്ളണമെന്നില്ല, ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇവർ മുസ്ലിങ്ങൾക്കെതിരെ അടിക്കാനുള്ള, മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ്, അവരൊക്കെ ചത്തൊടുങ്ങേണ്ടവരാണ്, അവർ കാണിക്കുന്നത് ക്രൂരതയാണ്, ഇപ്പൊ ഇറാൻ കാണിക്കുന്നത് ക്രൂരതയാണ്, പലസ്തീൻ കാണിക്കുന്നത് ക്രൂരതയാണ്, ഹമാസ് കാണിക്കുന്ന ക്രൂരതയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുന്ന ക്രൂരതയാണ് എന്നൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി ഇസ്രായേൽ കാണിക്കുന്നതും അമേരിക്ക കാണിക്കുന്ന എല്ലാം എന്താ പറയാ, അതൊക്കെ അങ്ങ് പൂവിട്ട് പൂജിക്കേണ്ടതാണ് എന്ന മട്ടിലുള്ള കമന്റുകൾ കാണുന്നുണ്ട്. അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ലോക ചരിത്രത്തിൽ മുസ്ലിം വിഭാഗം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, അറേബ്യൻ, പേർഷ്യൻ, അറബിക് വിഭാഗമോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉള്ളവരോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൊന്നൊടുക്കിയതായിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും? മുസ്ലിം വിഭാഗം, നിങ്ങൾക്ക് ഒരുപക്ഷെ കഥകൾ പലതും പറയാനുണ്ടാവും, കേട്ടറിഞ്ഞ കഥകൾ, ചരിത്രം ഉണ്ടാവില്ല. എന്നാൽ ഒരു ചരിത്രം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇവിടെ ജൂതന് വേണ്ടിയിട്ട് കണ്ണീര് പൊഴിക്കുന്നുണ്ടല്ലോ. ഇസ്രയേൽ നേരെ ഇറാനിൽ, ഒരു മുസ്ലിം രാജ്യമായ ഇറാനിൽ കയറി അടിച്ച് അവിടെയുള്ള മുസ്ലിങ്ങളെ ജൂതനെയും കൊന്നൊടുക്കി. ജൂതനെയും കൊന്നൊടുക്കി ആ രാജ്യത്തിന് സർവനാശം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അങ്ങോട്ട് കയറി അടിച്ചപ്പോ ആരാണ് തെറ്റുകാരൻ? ഇസ്രായേലാണ് തെറ്റുകാരനെന്ന് ഞാൻ പറയുന്നു. അതാണ് എന്റെ വീഡിയോയ്ക്ക് താഴെ ആൾക്കാർ വന്നെ വിളിക്കാൻ കാരണം. അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന്റെ പക്ഷം ചേരുന്നില്ല എന്നതാണ് എന്റെ തെറ്റ്. അതാണ് എന്റെ തെറ്റ്. പക്ഷെ ഞാൻ കാണുന്നത് ആരാണോ ആദ്യം അങ്ങോട്ട് കയറി അടിക്കുന്നത്, തെറ്റ് ചെയ്യുന്ന ആരാണ്, അവരാണ് കുറ്റക്കാരൻ എന്നതാണ് എന്റെ നിലപാട്. ഇവിടെ ഇറാൻ അല്ല കുറ്റക്കാരൻ, ഇറാനെ കയറി അടിച്ചതാണ്, അവർക്കാണ് സർവനാശം ഇവർ വിതച്ചത്. അവർ തിരിച്ചു കൊടുക്കുന്നതാണ്. അടിച്ചാൽ തിരിച്ചടിക്കാത്ത ആരുമില്ല. എന്നെ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാനും തിരിച്ചടിക്കും, ഒരു സംശയമുണ്ട്. അല്ലാതെ ഒരു കവള് അടുത്തു കഴിഞ്ഞാൽ മറ്റേ കവള് കാട്ടിക്കൊടുക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഒരു ക്രിസ്ത്യാനിയും അങ്ങനെ കാണിച്ചിട്ടില്ല. ക്രിസ്തു ഒരു പക്ഷേ കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനുശേഷമുള്ള ഒരു ക്രിസ്ത്യാനിയും അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്കെതിരെ വന്നിട്ടുള്ള, അടിക്കാൻ വന്നിട്ടുള്ള സമൂഹത്തെ കൊന്നൊടുക്കിയ ചരിത്രമാണ് ഇതേ ക്രിസ്ത്യൻ സമൂഹത്തിന് ഉള്ളത്. ലോക ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ, ജൂത സമൂഹം നേരിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ, ആ കൂട്ടക്കൊലകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വിശ്വാസികളാണെന്ന് പറയാൻ ഒക്കില്ല. ക്രിസ്ത്യൻ പേരുകളുള്ള വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ആരെയും കൊല്ലാനൊന്നും നിൽക്കൂല. അതങ്ങനെയാണല്ലോ, എല്ലാ മതത്തിലും കുറെ തീവ്രവാദികളുണ്ട്. ആ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണമുണ്ട്. അതന്നെ ലഷ്കർ എ തയ്യബ് എന്നോ ഹിസ്ബുൾ മുജാഹിദൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിട്ട് ഇവിടെയും കുറെ എണ്ണമുണ്ട്. അതെല്ലാ മതത്തിലുണ്ട്. അത് മതമോ അതിലെ വിശ്വാസികളോ കുറ്റക്കാരല്ല. പക്ഷെ ഇങ്ങനെ ഇവിടെ കമന്റ് എഴുതുമ്പോൾ ഇതിങ്ങനെ പറയേണ്ടി വരുന്നതാണ്. വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ ഒരു നിലയ്ക്കും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള വിഭാഗമാണ് ജൂത സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ, കൂട്ടക്കൊല നടത്താൻ മുഖ്യമായും നിലകൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോന്നും നമുക്കെടുക്കാം. യൂറോപ്പിലെ ക്രൈസ്തവ സഭകള് ജൂതന്മാരെ മുമ്പ് എങ്ങനെ വിളിച്ചിരുന്നേ? ദൈവത്തെ കൊന്നവരെന്നാണ്. ദൈവത്തെ കൊന്നവരായിട്ട്, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്, യേശുക്രിസ്തുവിനെ ദൈവമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ക്രൂശിച്ച് കൊന്ന അതിന് ഉത്തരവാദിയായിട്ടുള്ള ജൂതന്മാർ, അതുകൊണ്ട് തന്നെ ഒരു ജൂത വിരുദ്ധത അവിടെ ഉണ്ട്. അങ്ങനെ ജൂതന്മാർ മൊത്തം കൊന്നൊടുക്കപ്പെടേണ്ടവരാണ് എന്ന് അവരുടെ മനസ്സിലങ്ങോട്ട് ഉദിച്ചു. അല്ലെങ്കിൽ പൗരോഹിത്യം അവരുടെ മണ്ടയിൽ അങ്ങനെ അടിച്ചു വെച്ചു കൊടുത്തു. അങ്ങനെ വലിയ തോതിലുള്ള അക്രമങ്ങൾ ജൂതന്മാരുടെ ഇടയിലേക്ക് അഴിച്ചുവിടുന്ന ചരിത്ര സംഭവങ്ങൾ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുസ്ലിങ്ങളല്ലട്ടോ കയറി അടിച്ചത്, ക്രിസ്ത്യാനികളാണ്. കുരിശുയുദ്ധങ്ങളെ കുറിച്ച് ചരിത്രം നിങ്ങൾ പഠിക്കാറുണ്ടോ? വിശുദ്ധ നാട് പിടിച്ചടക്കാൻ പോയിട്ടുള്ള കുരിശുയുദ്ധ സേനാനികര് വലിയൊരു വിഭാഗം ജൂതന്മാരെ കൊന്നൊടുക്കിയ, അതായത് ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ചരിത്രം നിങ്ങൾക്ക് അറിയാത്തതാണോ അതോ നിങ്ങൾ പറയാത്തതാണോ? ഈ കമന്റിന്റെ താഴെ എഴുതുമ്പോൾ അതും കൂടെ ഒന്ന് ചോദിക്കണമല്ലോ. ഇനി 15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നടന്ന എന്താ? അവിടെയുള്ള ഭരണാധികാരികൾ, സ്പെയിനിലെ ക്രൈസ്തവ ഭരണാധികാരികൾ ജൂതന്മാരോട് പറഞ്ഞു, ഒന്നുകിൽ ക്രൈസ്തവനായിട്ട് മാറിക്കോ, അല്ലെങ്കിൽ നാട് വിട്ടോ, ഇവിടെ നിൽക്കണ്ട. ഒന്നുകിൽ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്ത് ക്രിസ്തുവിനെ ആരാധിച്ച് ക്രൈസ്തവ സഭയിൽ, ഏതെങ്കിലും ഒരു സഭയിൽ വിശ്വാസികളായിട്ട് നിങ്ങൾ നിൽക്കണം, നിങ്ങൾ ജൂതമതം നിങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിച്ചോ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട് വിട്ടോ. എന്നാൽ സ്വന്തം നാട് വിട്ടുപോകാൻ കഴിയാത്തവരോ അതിന് മനസ്സ് വരാത്ത ആൾക്കാരെ മുഴുവൻ ജൂതന്മാരെ മതം മാറിയില്ല എന്ന കാരണം കൊണ്ട് കൊന്നൊടുക്കിയ ചരിത്രം നിങ്ങൾ അറിയാത്തതാണോ, നിങ്ങൾക്ക് അറിയാത്തതാണോ അതോ നിങ്ങൾ പറയാത്തതാണോ? അന്ധമായ ജൂതവിരോധം തലയ്ക്ക് പിടിച്ചിട്ട് പിന്നെ പ്രചരിച്ച ഒന്നാണ് ക്രിസ്ത്യാനികളുടെ കുട്ടികളെ ജൂതന്മാർ തട്ടിക്കൊണ്ടുപോകുന്നു.
തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൊന്ന് ആ കുട്ടികളുടെ രക്തം മതപരമായ, അതായത് ജൂതന്മാരുടെ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ പ്രചരണം നടന്നിരുന്നു. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള, ഇപ്പോഴും ആ വിശ്വാസം പലർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് അങ്ങനെ ജൂതന്മാർ ചെയ്തിട്ടുണ്ട് എന്ന്. അതിനെ സംബന്ധിച്ച് ജൂതവിരോധം തലയ്ക്ക് കൊണ്ട് നടക്കുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ജൂതന്മാരെ തീർക്കാൻ വേണ്ടി ഒരു സംഘം തുനിഞ്ഞിറങ്ങിയ കഥയും അറിയാഞ്ഞിട്ടല്ല, പറയാഞ്ഞിട്ടാണ്. ഇനി ജൂതന്മാർ കാശുണ്ടാക്കുന്നവരാണ്, അതിൽ വലിയ സമ്പന്നരാണ് എന്നതാണ് അടുത്ത ആക്ഷേപം. അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ ബുദ്ധിയുള്ള അവർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന്, ക്രിസ്ത്യാനികൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി. മധ്യകാല യൂറോപ്പില് ജൂതന്മാർക്ക് നേരത്തെ സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ അല്ലെങ്കിൽ തൊഴിലെടുക്കാനോ മറ്റു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഭൂമി വാങ്ങാൻ പാടില്ല, വീട് വെക്കാൻ പാടില്ല, ഒരു തൊഴിലെടുക്കാൻ പാടില്ല. അതേസമയം അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. അവർ പണം പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അത് പറഞ്ഞിട്ടില്ലല്ലോ, അത് പലിശയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല, പണിയെടുക്കില്ലല്ലോ അത്. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പലിശയ്ക്ക് കൊടുക്കൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അവർ പലിശയ്ക്ക് കൊടുക്കില്ല. എന്നുള്ള ക്രിസ്ത്യാനികൾ പലിശ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഞാൻ പറയുന്നത്. അവരുടെ അന്നുള്ള വിശ്വാസപ്രകാരം, യഥാർത്ഥ ഒരു ക്രൈസ്തവ മതവിശ്വാസപ്രകാരം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി ഇല്ല. അത് ഹറാമായതുകൊണ്ട്, നിഷിദ്ധമായതുകൊണ്ട് ഇവർ ഈ ജൂതന്മാർക്ക് അത് അങ്ങനെയൊന്നുമില്ല. അവർ മറ്റുള്ളവർക്ക് പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നു, അവർ പലിശ സഹിതം തിരിച്ചു വാങ്ങുന്നു. അങ്ങനെ അവർ പലിശയ്ക്ക് കടം കൊടുക്കാൻ തുടങ്ങി. അത് വാങ്ങി ക്രിസ്ത്യാനികളും മറ്റുള്ളവരും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്കൊരു പുതിയൊരു പട്ടം കൂടി ചാർത്തി കൊടുത്തു, ചൂഷകർ. ജൂതന്മാർ ചൂഷകരാണ്, മറ്റുള്ളവരെ കൊള്ളടിക്കുന്നവരാണ്, കൊള്ളപ്പലിശ വാങ്ങുന്നവരാണ്, മനുഷ്യന്മാരല്ല എന്ന നിലയിൽ വലിയ ഒരു പ്രചരണം അക്കാലത്ത് കൊടുക്കേണ്ടായി, പറഞ്ഞു പരത്തുകയുണ്ടായി. ഇനിയുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഹിറ്റ്ലറുടെ കഥ. ഏകദേശം 10-60 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നൊടുക്കിയത്. എന്തായിരുന്നു കാരണം? ഇപ്പോ ഹിറ്റ്ലർ ഒരു ക്രൈസ്തവ വിശ്വാസിയൊന്നുമല്ല, ക്രിസ്തു പേരാണ് ആണെന്നുണ്ടെങ്കിലും ആള് ഒരു വിശ്വാസിയൊന്നും ആയിക്കൊള്ളുന്നില്ല, അവിശ്വാസിയായിരുന്നു ആള്. പക്ഷെ ജർമ്മനിയിലെ ക്രൈസ്തവ ഭൂരിപക്ഷത്തില് നൂറ്റാണ്ടുകളായിട്ട് കുടിയിരുന്ന ഈ ജൂതന്മാരോടുള്ള ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ജൂത വിരുദ്ധ വികാരം, അതിനെ ആളിക്കത്തിച്ച്, നേരത്തെ പറഞ്ഞ അത്തരം സംഭവങ്ങളൊക്കെ ആളിക്കത്തിച്ച് ഒരു ജൂത വിരുദ്ധ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെടിമരുന്നിട്ടത് ഏത് പേരുകാരനാണ്? എന്താണ് ചെയ്തത്? ആരാണ് കൊന്നത്? എത്രയാണ് കൊല്ലപ്പെട്ടു? 60 ലക്ഷത്തിലധികം ജൂതന്മാർ അവിടെ കൊല്ലപ്പെട്ടില്ലേ? ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ജീവൻ കൊണ്ട് ഓടിയില്ലേ ജൂതന്മാർ? ആരെ പേടിച്ചിട്ടാണ്? ഈ ലോകത്തെ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണോ അതോ ക്രിസ്ത്യാനിയെ പേടിച്ചിട്ടാണോ? അവിടെയും തീരുന്നില്ല കഥ. 19-ാം നൂറ്റാണ്ടില്, പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഈ സമയങ്ങളിൽ റഷ്യയിലും യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിലും, അതായത് ഭൂരിഭാഗവും ക്രൈസ്തവ രാജ്യങ്ങളാണ്, ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ജൂതന്മാർക്കെതിരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾ, അവരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള സകല പരാക്രമങ്ങളും ക്രിസ്ത്യാനിയുടെ ഭാഗത്തു നിന്ന് നടന്നു. അക്കാലത്തെ ജൂതന്മാർ ഒന്നുകിൽ അവരെല്ലാം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവർ നാട് വിട്ടു. അത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ നടത്തി. അങ്ങനെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെ കഥകൾ ഓരോന്നോരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പണി പാലവെള്ളത്തിൽ കിട്ടും. കാരണം മുസ്ലിം വിഭാഗത്തെ ഉയർത്തി കാണിച്ച് അവർ ചെയ്യാത്ത തെറ്റിന് ക്രൂശിച്ചുകൊണ്ട് ഒക്കെയാണ് പറയുന്നത്. അവരുടെ വേദഗ്രന്ഥത്തിൽ പറയാത്ത കാര്യങ്ങൾ അവരെ ഭീകരരെ ചിത്രീകരിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാരായിട്ടുള്ള കുറെ മതപണ്ഡിതന്മാരെ ആരെങ്കിലും എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള കഥകൾ, അതൊക്കെ ഖുറാനിലുള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയും കുറെ മതവിരോധം ഉണ്ടാക്കി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ലോകത്ത് എവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും അതിന്റെ ഒരു വശത്ത് മുസ്ലിമിനെ കൊണ്ട് നിർത്തി ഈ രീതിയിൽ കമന്റ് എഴുതുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കുന്ന മുഴുവൻ ആൾക്കാരും സത്യത്തിൽ ലോകത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതായത് ലോകത്തിന്റെ ചരിത്രം മുഴുവൻ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജൂത സമൂഹം കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളുടെ കൈകൊണ്ടല്ല, മുഴുവൻ കൊല്ലപ്പെട്ടത് ക്രിസ്ത്യാനിയുടെ കൈകൊണ്ടാണ്. ഇപ്പോ ഇറാന്റെ കൈകൊണ്ട് ഇസ്രായേലിലെ ഏതെങ്കിലും ജൂതന്മാർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് ജൂതനെ ലക്ഷ്യം വെച്ചതുകൊണ്ടല്ല. ഇസ്രായേൽ ഭരണകൂടം ഇറാനിനെ ആക്രമിച്ച് ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ച് ഇറാനെ മറ്റെല്ലാം അസ്ഥിരപ്പെടുത്തി നശിപ്പിച്ച് നാരായണക്കല്ലിളക്കുമ്പോൾ അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ തിരിച്ചടിക്കുന്നതാണ്. അതിനെ ഇത്തരത്തിൽ വർഗീയമായിട്ട് പറയാൻ പറ്റൂല, അതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ പറ്റൂ. Different angles. Don't forget to subscribe and support this channel.